അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നായ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പല തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ട് നടക്കുന്നവരുണ്ട്. നായ എന്ന് പറയുമ്പോൾ തന്നെ നായ ഹറാമാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. നായയെ കണ്ടാൽ ആട്ടിയോടിക്കപ്പെടേണ്ടതാണ്, കല്ലെടുത്തെറിയേണ്ട ജീവിയാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. എന്നാൽ എന്താണ് ഇതിന്റെ സത്യം? നായ ഒരിക്കലും ഹറാമല്ല. നായ ഐനുൻ നജസാണ്, നജസിൽ വെച്ച് ഏറ്റവും ശക്തിയായ നജസാണ്. നായ തൊട്ടാൽ ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളമടക്കം 7 പ്രാവശ്യം നമ്മൾ കഴുകേണ്ടതുണ്ട്. ഒക്കെ ശരിയാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നായ തൊട്ടാൽ കഴുകേണ്ടത് പോലുമില്ല. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. എന്നാൽ വീട്ടിൽ നമുക്ക് നായയെ വളർത്താൻ പറ്റുമോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 3 കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നായയെ വളർത്താം. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമുക്ക് നായയെ വളർത്താൻ അനുവാദമുള്ളത്? എവിടെയാണ് നായയെ വളർത്തേണ്ടത്? എങ്ങനെയാണ് വളർത്തേണ്ടത്? അതുപോലെ തന്നെ നായ തൊട്ടാൽ കഴുകൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞു, അത് എപ്പോഴാണ്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. വീഡിയോ കാണുമ്പോൾ തന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. കൂടുതൽ വിശദീകരിക്കാതെ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ നോക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കാരണങ്ങൾക്ക് വേണ്ടി നായയെ വളർത്താം എന്ന് പറഞ്ഞല്ലോ. അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമതായി പറഞ്ഞത് മൃഗങ്ങളെ വേട്ടയാടുന്ന ആവശ്യത്തിന് വേണ്ടി നായയെ വളർത്താം എന്നാണ്. മുമ്പ് കാലങ്ങളിലൊക്കെ മൃഗങ്ങളെ വേട്ടയാടാൻ പോകുന്ന ആളുകൾ, നമ്മുടെ നാട്ടിൽ നായാട്ടിന് പോകാന്നൊക്കെ പറയില്ലേ, അങ്ങനെ മൃഗങ്ങളെ വേട്ടയാടുന്ന ആവശ്യത്തിന് വേണ്ടി നായയെ ഉപയോഗിച്ചിരുന്നു. അതിന് പ്രത്യേകം പരിശീലനങ്ങളൊക്കെ കൊടുത്ത നായയെ അവർ ഉപയോഗിച്ചിരുന്നു. അപ്പൊ അങ്ങനെ മൃഗങ്ങളെ വേട്ടയാടുന്നതിന് വേണ്ടി നമുക്ക് നായയെ വളർത്താം. രണ്ടാമതായി പറഞ്ഞത് ആട്, മാട് പോലെയുള്ള 4 മൃഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് നായയെ വളർത്താം. നമ്മൾ വീട്ടിൽ 4 മൃഗങ്ങളെ വളർത്തുന്നവരായിരിക്കും. ആട്, പശു, മൂരി, പോത്ത് പോലെയുള്ള 4 മൃഗങ്ങളെ നമ്മൾ വളർത്തുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് ഒരു സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് നായയെ വളർത്താം. അതായത് നായ എന്ന് പറയുന്നത് നല്ലൊരു സെക്യൂരിറ്റിയാണ്. നമ്മൾ 4 മൃഗങ്ങളെയും വളർത്തുന്നുണ്ട്, ഒരു നായയെയും വളർത്തുന്നുണ്ട് എങ്കിൽ ആ നായക്ക് ഈ 4 മൃഗങ്ങളോട് വലിയ സ്നേഹമായിരിക്കും. പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഈ 4 മൃഗങ്ങളോട് കൂടെ ഈ നായയും ഇങ്ങനെ പോകുന്നതായിട്ട്. ആ സമയത്ത് ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥനിക്ക് ഈ 4 മൃഗങ്ങളെ നോക്കേണ്ട ആവശ്യമേ വരില്ല. കാരണം എന്തെങ്കിലും ഒരു അക്രമം വരുമ്പോ, അല്ലെങ്കിൽ ഈ 4 മൃഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോ, മറ്റു ജന്തുക്കളിൽ നിന്ന് എന്തെങ്കിലും ഉപദ്രവങ്ങൾ വരുമ്പോ, അത് എന്ത് വില കൊടുത്തിട്ടും തന്റെ ശരീരം പോലും നോക്കാതെ ചില നായ്ക്കള് അതിനെ തടയുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പൊ അങ്ങനെ 4 മൃഗങ്ങൾക്ക് സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് നായയെ വളർത്താം. അതിനും ബുദ്ധിമുട്ടില്ല. മൂന്നാമതായി പറഞ്ഞത് കൃഷിയിടങ്ങളിലെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് നായയെ വളർത്താം. അത് എന്ത് കൃഷി ആയിക്കോട്ടെ, നെൽകൃഷി ആയിക്കോട്ടെ, വാഴകൃഷി ആയിക്കോട്ടെ, എന്ത് കൃഷി ആയിക്കോട്ടെ, ആ കൃഷി വല്ല മൃഗങ്ങളും വന്ന് നശിപ്പിക്കുമെന്നോ അല്ലെങ്കിൽ വല്ല കള്ളന്മാരും വരുമെന്നോ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് പേടിയുണ്ടെങ്കിൽ നമുക്കൊരു നായയെ വളർത്താം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇവിടെ ചില സംശയങ്ങളുണ്ട്. എന്താണ് സംശയം? നമ്മുടെ വീടിനും പറമ്പിനും കാവൽ നിൽക്കാൻ വേണ്ടി നമുക്ക് നായയെ വളർത്താൻ പാടുണ്ടോ? ഇവിടെ പണ്ഡിതന്മാരുടെ ഇടയിൽ 2 അഭിപ്രായമുണ്ട്. ചില ആളുകൾ പറഞ്ഞു കൃഷിസ്ഥലത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി നായയെ വളർത്താം എന്ന് പറഞ്ഞതിൽ നമ്മുടെ വീടും സ്ഥലവും ഉൾപ്പെടും, അതുകൊണ്ട് നമുക്ക് നായയെ വളർത്താം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാര് പറഞ്ഞു ഇവിടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയിട്ടുള്ളത് വേട്ടമൃഗങ്ങളെ പിടിക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ 4 മൃഗങ്ങളെ സംരക്ഷണത്തിന് വേണ്ടിയും അതുപോലെ തന്നെ കൃഷിയിടങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയും ആയതുകൊണ്ട് വീടും പറമ്പും കാക്കാൻ വേണ്ടി നായയെ വളർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വീടും പറമ്പും കാക്കാൻ വേണ്ടി നായയെ വളർത്താം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ കൗല്, അവര് പറഞ്ഞ അഭിപ്രായം എടുക്കുകയാണെങ്കിൽ പോലും അവര് പറഞ്ഞു അത്യാവശ്യ സമയത്ത് മാത്രമേ അത് പാടുള്ളൂ. അത്യാവശ്യ സമയത്ത് മാത്രമേ പാടുള്ളൂ എന്ന് മാത്രമല്ല, വീടിൽ നിന്നും കഴിയുന്നതും ദൂരെയായിരിക്കണം നായയെ നമ്മൾ വളർത്തുന്നത്. കാരണം നായ ഉള്ള സ്ഥലത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല. അപ്പോ നമ്മളെ വീട്ടിന്റെ സിറ്റൗട്ടിലോ അല്ലെങ്കിൽ വീടോട് ചേർന്നുകൊണ്ട് ഒരു കൂടുണ്ടാക്കിയിട്ടോ അങ്ങനെയൊന്നും നായയെ വളർത്താൻ പാടില്ല. നായയെ കഴിയുന്നതും നമ്മുടെ വീട്ടിൽ നിന്നും എത്രത്തോളം ദൂരെ മാറ്റി നിർത്താൻ പറ്റുമോ അത്രത്തോളം ദൂരെ നിർത്തിയിട്ടായിരിക്കണം നമ്മൾ വളർത്തുന്നത്.
അതും പറഞ്ഞു അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചിലപ്പോ കള്ളന്മാരുടെ പ്രശ്നം ഉണ്ടാവുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അക്രമങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാവുകയോ ഇങ്ങനെ എന്തെങ്കിലുമുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ അതിനും അനുവാദം കൊടുക്കുന്നുള്ളൂ. അപ്പൊ 3 ആവശ്യങ്ങൾക്ക് വേണ്ടി നായയെ വളർത്താം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നായ തൊട്ടാൽ കഴുകൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞില്ലേ, അത് ഏത് സമയത്താണ്, ഏത് സന്ദർഭത്തിലാണ് നായ തൊട്ടാൽ കഴുകൽ നിർബന്ധമില്ലാത്തത്? ഇവിടെ ഒരുപാട് ആളുകൾക്ക് അറിയാത്ത അല്ലെങ്കിൽ അധികം ആളുകൾ മനസ്സിലാക്കാത്ത ചില മസലയുണ്ട്. അതായത് ഉണങ്ങിയ നായ ഉണങ്ങിയ ശരീരത്തിൽ തൊട്ടാൽ കഴുകൽ നിർബന്ധമില്ല. വിശദീകരിച്ചു തരാം. ചില ആളുകൾക്ക് എന്നും പരാതിയാണ്, നായ എന്നും ഞങ്ങളെ സിറ്റൗട്ടിൽ കയറും, ഞങ്ങൾക്ക് ഇത് കഴുകലേ പണിയാണ്, എപ്പോ നോക്കുമ്പോഴും കഴുകാനേ സമയമുള്ളൂ എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നായ സിറ്റൗട്ടിലേക്ക് കയറുന്ന സമയത്ത് ഉണങ്ങിയ നായ, അതായത് നായയുടെ ശരീരത്തിൽ ഒരു നനവും ഇല്ല, നമ്മുടെ സിറ്റൗട്ടും നനഞ്ഞിട്ടില്ല, ഉണങ്ങിയ സിറ്റൗട്ടാണ്, ഉണങ്ങിയ നായയാണ് കയറി വരുന്നത് എങ്കിൽ അവിടെ കഴുകൽ നിർബന്ധമില്ല. ഒരു ഉദാഹരണം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ ഡ്രസ്സ് നമ്മൾ അലക്കിയിട്ട് ഉണങ്ങാൻ വേണ്ടി പുറത്ത് വിരിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സ് നല്ലപോലെ ഉണങ്ങിക്കഴിഞ്ഞു. ആ സമയത്താണ് ഒരു നായ ഈ ഡ്രസ്സിന്റെ അടിയിലൂടെ വാലും പൊന്തിച്ചുകൊണ്ട് നമ്മളെ ഡ്രസ്സിന് ഇങ്ങനെ ഉരസിക്കൊണ്ട് പോയി. നമ്മൾ നോക്കുമ്പോ നായയുടെ വാല് നനഞ്ഞിട്ടില്ല, ഒരു നനവും ഇല്ല, നല്ല ഉണങ്ങിയ വാലാണ്. നമ്മുടെ ഡ്രസ്സാണെങ്കിലും നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്, ഒരു വെള്ളത്തിന്റെ അംശവും നമ്മുടെ ഡ്രസ്സിലും ഇല്ല, നായയുടെ വാലിലും ഇല്ല, അല്ലെങ്കിൽ നായ ടച്ച് ചെയ്ത ഭാഗത്തും ഇല്ല. എങ്കിൽ ആ ഡ്രസ്സ് നജസല്ല, അതെടുത്ത് നമുക്ക് നിസ്കരിക്കാം, ഒരു കുഴപ്പമില്ല. ഇനി ഒരു നായ വന്നിട്ട് നമ്മുടെ സിറ്റ് ഔട്ടിൽ കയറി കിടന്നു, കുറെ സമയം നായ അവിടെ കിടന്നു. പക്ഷെ നായ നല്ല ഉണങ്ങിയ നായയാണ്. നമ്മുടെ സിറ്റ് ഔട്ട് ആണെങ്കിലും നല്ല ഉണങ്ങിയ സിറ്റ് ഔട്ടാണ്, വെള്ളത്തിന്റെ അംശങ്ങളൊന്നുമില്ല. അങ്ങനെ കുറെ കഴിയുമ്പോൾ നായ എണീച്ചു പോയി. ആ സമയത്ത് നായയുടെ രോമം അവിടെ വീണ് കിടക്കുന്നുണ്ട്. മനസ്സിലാക്കണം, നായയുടെ രോമം നജസാണ്. ആ രോമം അവിടുന്ന് അടിച്ചു വാരിക്കളഞ്ഞാൽ അവിടെ വൃത്തിയായി, അവിടെ കഴുകേണ്ടതില്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നായയും ഉണങ്ങിയതാണ്, അതായത് നനവില്ലാത്ത നായയാണ്. ഇത് ടച്ച് ചെയ്യുന്ന സ്ഥലവും അല്ലെങ്കിൽ ഡ്രസ്സ് അല്ലെങ്കിൽ മനുഷ്യൻ ആരും ആവട്ടെ ഉണങ്ങിയ സ്ഥലമാണ് എങ്കിൽ അവിടെ കഴുകൽ നിർബന്ധമില്ല. രോമങ്ങൾ ഉണ്ടെങ്കിൽ അടിച്ചു വൃത്തിയാക്കൽ നിർബന്ധമാണ്. നനവുണ്ടെങ്കിൽ പിന്നെ കഴുകണം എന്നതിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ നായ മൂത്രമൊഴിച്ചു, അല്ലെങ്കിൽ നായ കാഷ്ടിച്ചു, അവിടെയൊക്കെ കഴുകൽ നിർബന്ധമാണ്. ഒരു പ്രാവശ്യം മണ്ണിട്ട വെള്ളം അടക്കം 7 പ്രാവശ്യം കഴുകൽ നിർബന്ധമാണ്, അതിനൊന്നും ഒരു സംശയമില്ല. നമ്മളിവിടെ പറഞ്ഞത് കഴുകൽ നിർബന്ധമില്ലാത്ത സന്ദർഭങ്ങൾ. ഇനി നമുക്ക് പരിചയമുള്ള ഒരു നായ നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ ഉരസിയിട്ടൊക്കെ പോയി, അവിടെയും നമ്മൾ നോക്കേണ്ടത് നായയുടെ ശരീരത്തിൽ നനവുണ്ടോ, നമ്മുടെ ശരീരത്തിൽ നനവുണ്ടോ. നനവുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നനവുണ്ടായാൽ തന്നെ മതി. ഒന്നിരിക്കലോ നായ നനഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരമോ അല്ലെങ്കിൽ കയറിക്കിടന്ന സിറ്റോട്ടോ എവിടെയെങ്കിലും നനവുള്ളതാണ്, അങ്ങനെയാണെങ്കിൽ കഴുകൽ നിർബന്ധമാണ്. എന്നാൽ ഒരു കാര്യം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു നായ നിങ്ങളുടെ പാത്രത്തിൽ മുഖമിട്ടാൽ ആ പാത്രം ഒരു പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളമടക്കം 7 പ്രാവശ്യം നിങ്ങൾ കഴുകണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അവിടെ ഈ നനവിന്റെ വിഷയമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നായയുടെ മൂക്ക് അത് ഏത് സമയത്തും നനവുള്ളതായിരിക്കും. അല്ലെങ്കിൽ നായ അധിക സമയത്തും നാവ് പുറത്തിട്ടിട്ടാണ് ഉണ്ടാവുക, അപ്പൊ നാവ് നനവുള്ളതാണ്. അപ്പൊ ഏതായാലും അവിടെ നനവുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി പാത്രം നനവില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നായയുടെ മുഖം നനവുള്ളതായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ കഴുകണം എന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നായ എന്ന് പറയുമ്പോൾ ഒരു ഇകഴ്ത്തി കാണേണ്ട ജീവിയോ അല്ലെങ്കിൽ ആട്ടിയോടിക്കപ്പെടേണ്ട ജീവിയോ അങ്ങനെ ഒന്നുമല്ല. നായക്ക് ഭക്ഷണം കൊടുത്ത കാരണം കൊണ്ട് സ്വർഗത്തിൽ പോയ ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ ചരിത്രം കേട്ടിട്ടില്ലേ? അപ്പൊ നായക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണം, നായക്ക് വെള്ളം കൊടുക്കണം, ഒക്കെ കൊടുക്കണം. പക്ഷേ നമ്മുടെ വീടുമായി നമ്മൾ അടുപ്പിക്കാൻ പാടില്ല. കാരണം നായയുള്ള സ്ഥലത്ത് റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല. നല്ല കാര്യങ്ങൾ പഠിക്കുവാനും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുവാനും അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.